ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ. ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാവണം. ഫിനാൻഷ്യൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരോട് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന വാക്കുകളേക്കാൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഏതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന വാക്കുകളും സംസാര രീതികളും നമ്മളിലേക്ക് വരേണ്ട ബിസിനസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ വളരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അയാളുടെ ബിസിനസ് ഗ്രോത്ത് എപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കും. കാരണം ബിസിനസ്സിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗണുകൾ വളരെ സാധാരണമാണ്. അവിടെ പണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടിയും അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനോഭാവം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉദാഹരണമായി ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഒരു വലിയ സൈനിക ശക്തിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ശക്തി ജപ്പാൻ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ യുദ്ധ ടാങ്കുകളുടെ വലിയ ഒരു വ്യാപ്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധമുഖത്ത് ആ സൈന്യത്തിന്റെ ആ ഒരു എന്താ പറയാ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിരുന്നു. കാരണം അവരെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനൊരു സംവിധാനം ജപ്പാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ടാങ്കുകളൊക്കെ നിരത്തി റെഡിയാക്കി വെച്ചുകൊണ്ട് വളരെ കോൺഫിഡൻസോടെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയ സൈന്യം ഒരു ഘട്ടം എത്തിയപ്പോ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഒരു തരത്തിൽ മനസ്സിലാവാത്ത ഒരു അവസ്ഥ വന്നപ്പോ എഞ്ചിനീയേഴ്സ് ഒന്നുകൂടി പരിശോധിക്കാൻ തയ്യാറായി. 100% കോൺഫിഡൻസോട് കൂടി പുറപ്പെട്ട സൈന്യം പരാജയപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അവിടെ എഞ്ചിനീയേഴ്സിന്റെ പരിശോധനയിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസങ്ങളോ മാസങ്ങളോ ആയിട്ട് സജ്ജമാക്കി വെച്ച ടാങ്കുകളുടെ യുദ്ധ ടാങ്കുകളുടെ വയർലെസ് സംവിധാനങ്ങൾ എലികൾ കരണ്ട് മുറിച്ചു കളഞ്ഞു. അപ്പോ യുദ്ധസമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്ന യുദ്ധ ടാങ്കുകൾ പ്രവർത്തിക്കുന്നതിന് വലിയ പ്രയാസമായി. എലികളാണ് ഒരു രാജ്യത്തെ പരാജയപ്പെടുത്തിയത് എന്ന് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതത്തിൽ വലിയ യുദ്ധം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് അവസാനിപ്പിക്കാൻ വേണ്ടി അയാൾ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മുടെ കണ്ണിൽപ്പെടാത്ത, നമ്മുടെ ചിന്തയിൽ വരാത്ത ചില വളരെ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബിസിനസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ, നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ നിരന്തരം വളരെ നല്ല രീതിയിൽ നിരീക്ഷിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനമായും ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. കൃത്യമായ ഫോളോ അപ്പ്, കൺസൾട്ടൻസി, കൃത്യമായ ഒരു പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും. ബിസിനസ്സിൽ വിജയിക്കാൻ വളരെ അത്യാവശ്യമായ അറിവുകൾ സമ്പാദിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സമയം നമ്മൾ ചെലവഴിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുള്ള അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ ചെറിയ സമയം മാത്രം മതിയാകും. അങ്ങനെ ഒരു അവസരമാണ് ബോൾവേ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായാൽ ഒരുപക്ഷെ ഒരു തലമുറ തന്നെ രക്ഷപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു ബിസിനസ്സുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ 4 വർഷക്കാലം ഈ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്ന് സ്വയം ബോധ്യപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ആരാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അദ്ദേഹവുമായി പെട്ടെന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി നിരീക്ഷിക്കുക, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു ബിസിനസ് നിങ്ങളെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിൽ എത്തിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി കണ്ണൂർ. താങ്ക് യു.